ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും പുറത്തായ ആര്യൻ എയർപോർട്ടിലെത്തിയതിന് ശേഷം ചാനലുകാർ ആര്യനെ വളഞ്ഞ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എല്ലാ ചോദ്യങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ആര്യൻ പോയത്. അപ്പം അവർ ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോഴുള്ള ഹൗസിലെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 23 വയസ്സുള്ള പയ്യനായതുകൊണ്ട് എന്നെ എല്ലാവരും സൈഡാക്കാൻ നോക്കി. അപ്പോൾ എല്ലാവരും വലിയ വലിയ ചേട്ടന്മാരായിരുന്നു. അപ്പം ഞാൻ അവരെയൊക്കെ ചേട്ടാന്ന് ചേർത്താണ് വിളിച്ചത്. അക്ബർ ചേട്ടാ, ഷാനവാസ് ചേട്ടാ. അപ്പോൾ ആരും ഒരു ഇത് കരുതില്ല. പിന്നെ ഞാൻ എന്തെടുത്ത് എല്ലാവരെയും എടാ അക്ബറെ, എടാ ഷാനവാസെ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇതാകാൻ തുടങ്ങി, സ്നേഹം തുടങ്ങി. ഹിന്ദി മലയാളം ലാംഗ്വേജ് പ്രശ്നമായിട്ട് ഞാൻ 85 ദിവസം ഞാൻ അവിടെ പിടിച്ചു നിന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തരുന്ന ഏത് ടാസ്ക് ആണെങ്കിലും, എൻ്റർടൈൻമെൻറ്റ് ടാസ്ക് ആണെങ്കിലും, കഥാപ്രസംഗമാണെങ്കിലും, ഫിസിക്കലായിട്ടുള്ള ടാസ്ക് ആയിരുന്നെങ്കിലും എല്ലാത്തിലും ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പം ഔട്ടായിരിക്കുന്നതെന്നാണ് ആര്യൻ പറയുന്നത്. ഇത് അൺഫെയർ ആണെന്നാണ് ആര്യൻ പറയുന്നത്, ഔട്ടാക്കിയത്. വീക്കിലി ടാസ്ക് 3 ജയിച്ചിട്ട് ഞാൻ പുറത്തായിരിക്കുകയാണ്. എന്തിനാ പുറത്തായെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒരുപക്ഷെ ജനങ്ങളുടെ വോട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പരമാവധി എഫർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്നത്. എവിക്റ്റഡ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആകെ ഡെസ്പായി പോയി. ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ തന്നെയാണ് ആര്യൻ സംസാരിക്കുന്നത്. എന്നിട്ട് ആര്യൻ പറയാം, 100% എനിക്കറിയാമായിരുന്നു ഞാൻ ഔട്ടാവത്തില്ലെന്ന്. അതുകൊണ്ട് തുണിയൊന്നും ഞാൻ മടക്കി വെച്ചില്ല, ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കാരണം എങ്ങനെ ഞാൻ ഔട്ടായി, ഏത് വോട്ട് മാറി, എങ്ങനെ വോട്ട് മാറി എന്നൊന്നും എനിക്ക് അറിയത്തില്ല. മായാമോഹിനി ടാസ്ക് എനിക്ക് വന്നപ്പോൾ ഞാൻ വളരെ ഗംഭീരമായിട്ടാണ് അത് അവതരിപ്പിച്ച് അത് ആ എൻ്റർടൈൻമെൻറ്റ് നല്ല രീതിയിലാണ് ഞാൻ കൊണ്ടുപോയത്. എന്നിട്ട് അത് ജയിക്കാൻ പറ്റില്ലേ, പിന്നെ ആരാണ് ഇവിടെ ജയിക്കുന്നത്, ആർക്ക് ജയിക്കാൻ പറ്റും എന്നൊക്കെയാണ് തിരിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നുണ്ട്, അതോ കുറച്ച് പ്രശ്നങ്ങളോ അടി ഇടിയൊക്കെ ഉണ്ടാക്കണോ, സദാചാരം കളിക്കണോ, എന്നാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ എഫർട്ട് എടുത്താണ് അവിടെ ഓരോ ഗെയിമും കളിച്ചത്. അപ്പോൾ ചോദിക്കുന്നത് ഡബിൾ മീനിങ് ആണോ ആര്യ പ്രശ്നമായതെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ പറയുന്നത്, ഡബിൾ മീനിങ് അത് കേൾക്കുന്നവരെടുക്കുന്ന പോലല്ലേ, ഞാൻ ഡബിൾ മീനിങ്ങിലല്ല പറയുന്നത്, ഞാൻ ഒരു വാക്കാണ് പറയുന്നത്. കാരണം ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ ആൾ മറ്റേ രീതിയിൽ ചിന്തിക്കുമ്പോഴാണല്ലേ ഡബിൾ മീനിങ് വരുന്നതെന്ന് പറയുന്നു. കാരണം അവരെല്ലാവരും കൂടെ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആര്യനും ജിസലും തമ്മിലുള്ള സൗഹൃദം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണോ വോട്ട് കുറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അതൊന്നുമില്ല, കാരണം എൻ്റെ സൗഹൃദം എനിക്കറിയാം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, ഞങ്ങൾ നല്ല ബോണ്ടാണ്, ബാക്കിയൊന്നും എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയ്ക്ക് ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും. കാരണം ജെസ്സിലിനെ പോലെ അക്ബറിനെ സ്നേഹിച്ചിട്ടുണ്ട്, അപ്പാനി ശരത്തിനെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എല്ലാം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ചോദിക്കുന്ന, ആര്യനും ജിസലും തമ്മിലുള്ള സൗഹൃദബന്ധം വലിയൊരു ഇതായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോട്ടെ എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. അപ്പോൾ വീണ്ടും അവർ പറയുന്നുണ്ട് ചാനലുകാർ, ഒന്ന് നിൽക്കും, 1 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു. പിന്നെ PR ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് PR ചേട്ടാ, 23 വയസ്സുള്ള എനിക്ക് PR-നെ കുറിച്ചൊന്നും അറിയത്തില്ല, നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ PR എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയൊന്നും പറയാൻ നിൽക്കാതെ തന്നെ പെട്ടെന്ന് പോവുകയാണ്, പിന്നെ കാണാമെന്നും പറഞ്ഞ്. അങ്ങനെ ആദ്യ പ്രതികരണമായിരുന്നു ആര്യൻ്റേത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.